ജിതിൻ പ്രകാശിൻ്റെ മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മുടെ വീട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. മനോഹരമായ കാഴ്ചകളാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അവരുടെ വീട്ടിൽ ചുമരിൽ ഇഷ്ടിക പോലുള്ള ടൈലാണ് പതിച്ചിട്ടുള്ളത്. മുകളിലെ ആ ചതുരത്തിൽ കാണുന്ന ഭാഗം അത് അവർ പറഞ്ഞു ചെയ്യിച്ച വിൻഡോയാണ്. അത് മുകളിൽ നിന്ന് കാണാം. ഫ്രണ്ടിൽ മുകളിൽ ജാളി വർക്കാണ് ചെയ്തിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇരിപ്പിടം നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഹാളിലേക്ക് പ്രവേശിച്ചാൽ ഒരു സോഫ സെറ്റിയാണുള്ളത്. മനോഹരമായ കളറിൽ 2 കളറിലാണ് ചെയ്തിട്ടുള്ളത്. കോണിപ്പടികൾ GI പൈപ്പിലാണ് കൈവരി കൊടുത്തിട്ടുള്ളത്. ഒരു ദിവാൻ കോട്ടും ഒരു ഊൺമേശയും, ഊൺമേശ ഒരു ഭാഗത്ത് ബെഞ്ചും ഒരു ഭാഗത്ത് ചെയറുമാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പണായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ 4x2 ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കൊടുക്കാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് വാഷിംഗ് ഏരിയ. അതിനുശേഷം ഒരു മനോഹരമായ വലിയ ഒരു ബെഡ്റൂമിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ബെഡ്റൂമിൻ്റെ ടൈല് കൊടുത്തിട്ടുള്ളത് ബാത്റൂമും റൂമിൽ കൊടുത്തിട്ടുണ്ട്. ടൈല് ഇതാണ് കാണുന്നത്. അതായത് ഒരു മരത്തിൻ്റെ ഡിസൈനും ഒരു ഗ്രേ കളറും 2 ഡിസൈനിലാണ് അവർ ടൈല് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു ടേബിളും 2 സ്റ്റൂളും കൊടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ രീതിയിലുള്ള ടൈലുകളാണ് അടുക്കളയിൽ അവർ പാകിയിട്ടുള്ളത്. അടുക്കളയ്ക്ക് പുറമെ അതായത് പുറത്ത് ഒരു അടുക്കളയുള്ള ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയ ഇവരുടെ വീട് പാടത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത്. നല്ല കാറ്റും വിസ്താരവുമുള്ള ഒരു വർക്ക് ഏരിയയാണ്. ഓടാണ് പാകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂട് ഒരുപാട് ഉണ്ടാവില്ല. ഇത് ഈ ഭാഗം കാണുന്ന ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് പാടമാണ്. അല്ലേ, വിശാലമായി കിടക്കുന്ന പാടമാണ്. അതിൻ്റെ ഒരു തോട് പോകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ. അത് ആ തോടിനോട് ചേർന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാളിലേക്ക് തിരിച്ചു വന്ന് മുകളിലേക്ക് പടികൾ കയറിപ്പോയാൽ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമായിട്ടാണ് വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോണിപ്പടികൾ കയറിയാൽ ഒരു ആട്ടുതൊട്ടിലുണ്ട്. ആട്ടുതൊട്ടിൽ ജാളിയോട് സമം ചേർത്താണ് ഇട്ടിട്ടുള്ളത്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മുകളിൽ വന്ന് ആട്ടുതൊട്ടിൽ ആടിയിരിക്കാൻ നല്ല മനോഹരമാണ്. ജാളി വർക്ക് നല്ല മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അടുത്തതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ വർക്ക് മുഴുവനായി കഴിഞ്ഞിട്ടില്ല. ഈ ജനലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല നീളത്തിൽ ഒരു ജനലാണ് കൊടുത്തിട്ടുള്ളത്. അത് അതിമനോഹരമായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്.
അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ പറഞ്ഞ് ആ ഡിസൈൻ അനുസരിച്ചാണ് അവിടെ ജനൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് നീളത്തിൽ മനോഹരമായി തന്നെ ആ ജനൽ ചെയ്തിട്ടുണ്ട്. കട്ടിലിൻ്റെ മുകളിലായിട്ടാണ് ജനൽ, നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ജനൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഒരു ബാൽക്കണിയുണ്ട്. ഒരു കുഞ്ഞി ബാൽക്കണി, നല്ല മനോഹരമായി കാണാൻ പറ്റിയ ഒരു കുഞ്ഞി ബാൽക്കണി. അതിൻ്റെ മുകളിലുള്ള ഓടൊക്കെ ചെയ്തിട്ടുള്ളത് ഡ്രസ് വർക്കിലാണ്. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ അവർ മുകളിൽ ഗ്ലാസ് ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒരുപാട്, അതായത് ഭയങ്കര ഭംഗിയിലാണ് കാണുന്നത്. അത് പല ക്ലൈമറ്റിലുള്ള വീഡിയോസ് ഉണ്ട്, നമ്മളതിൽ അപ്ലോഡ് ചെയ്യാം. ഇത് കണ്ടില്ലേ, പാടം നിരന്ന് കാണും. ഇത് ഒരു മഴക്കാലത്തൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര വൈബായിരിക്കും. അവിടെ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട് പാടത്ത്. പാടത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ ഓർമ്മകൾ അയവിറക്കാൻ പറ്റും. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഇത് കുറച്ച് മുൻപുള്ള നല്ല പുല്ലൊക്കെ ഉള്ള സമയത്തുള്ള കാഴ്ചയാണ്. ഇത് പാടം പൂട്ടിയ സമയത്തുള്ള കാഴ്ചയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ നിന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഡെയിലി വീഡിയോസ് ഉണ്ട്. ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കാണുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. താല്പര്യം വീടുണ്ടാക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. നമ്മളെ ബഡ്ജറ്റ് വീടുകളാണ് നമ്മൾ പരമാവധി ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വീടുകൾ നമ്മൾ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾക്കുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളെ കയ്യിൽ നിന്നുണ്ടായിരിക്കും. അത് വിചാരിച്ച് നമ്മളൊരു എൻജിനീയറോ ആരും അല്ല. നമ്മൾ ഇങ്ങനെ വീടുണ്ടാക്കിയപ്പോൾ നമ്മൾ ചാനൽ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും താങ്ക്സ്.